ഇത് ശരിക്കും 7ാം മാസം വയറ്റുപൊങ്കാല കഴിഞ്ഞ് നടന്ന ചടങ്ങാണ്. പലരുടെയും വീട്ടിലോട്ട് കൊണ്ടുവരൽ ചടങ്ങിന് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എന്റെ സ്വന്തം ചടങ്ങ് വന്നപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാട്ടോ. ഈ ഒരു ചടങ്ങിന് നമ്മൾ കല്യാണത്തിന് ഉടുത്ത ആ ഒരു മന്ത്രകോടി ഇല്ലേ, അതാണ് ഉടുക്കുന്നത്. കല്യാണത്തിന് മന്ത്രകോടി ഉടുത്തപ്പോഴും ഈ ഒരു ചടങ്ങിന് ആ സെയിം സാരി ഉടുക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന ഫീൽ എന്ത് ഡിഫറന്റ് ആണെന്നോ. അന്ന് ഞങ്ങളെ എല്ലാവരും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കുന്നു. ഇന്ന് ഞാനൊരു അമ്മയാകാൻ പോകുന്നതിന് എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. രണ്ടിലും മനസ്സ് നിറഞ്ഞു ഭയങ്കര സന്തോഷമാകും. അതിപ്പോ ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല കേട്ടോ എനിക്കിങ്ങനെ ഫീൽ ചെയ്തത്. ഞാൻ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ചെറിയ ചെറിയ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ അടുത്ത് വന്നിട്ട് മോളെ എല്ലാം ഓക്കെ അല്ലേ, ഹെൽത്ത് എല്ലാം ഓക്കെ അല്ലേ, എല്ലാ വീഡിയോസും കാണാറുണ്ട്, സേഫ് ആയിട്ടുള്ളൊരു ഡെലിവറി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞാവ് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റിയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലിലാണ്. ഈ ഒരു ചടങ്ങിന് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചടങ്ങിന് വേണ്ടി പലഹാരങ്ങൾ വാങ്ങിക്കാൻ ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടും ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് ലഡ്ഡു, ജിലേബി, അലുവ, ചിരട്ട്, മുറുക്ക്, കുഴലപ്പം, അച്ചപ്പത്തിൽ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ചടങ്ങിന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. മധുരം എല്ലാം കൂടെ കഴിച്ചത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് സദ്യ കഴിക്കാൻ ഞാൻ നല്ലപോലെ ബുദ്ധിമുട്ടി. പിന്നൊരു കാര്യം, ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.